സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും. വെള്ളിത്തിരയിലെ നായകന്മാരാണ് ജീവിതത്തിലെ പ്രതിനായകന്മാരുടെ വേഷത്തിലേക്ക് വരുന്നത്. കൂടുതൽ പേർക്കെതിരെ ആരോപണവുമായി നടിമാർ രംഗത്തെത്തുകയാണ്. ഏറ്റവും ഒടുവിൽ നടി ഗീതാ വിജയനും ഒരു ജൂനിയർ ആർട്ടിസ്റ്റും ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. നടി ഗീതാ വിജയൻ സംവിധായകൻ തുളസിദാസിനെതിരെയാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാവാത്തതിനാൽ മലയാള സിനിമയിൽ അവസരം നഷ്ടമായെന്ന ആരോപണവുമായി ജൂനിയർ ആർട്ടിസ്റ്റ് അമൃതയും ആരോപണവുമായി രംഗത്ത് വന്നു. സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞ് നിർമ്മാതാവെന്ന പേരിൽ വിളിച്ചയാൾ സംവിധായകനോടക്കം അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞതായും വെളിപ്പെടുത്തുന്നു. കമ്മിറ്റി ഫൈൻഡിങ്സ് ആക്ച്വലി നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ഇത്. ഇപ്പൊ വന്നത് വളരെ നന്നായി. ആക്ച്വലി ഇറ്റ് വാസ് ഇനവിറ്റബിൾ ടു ദ ഇൻഡസ്ട്രി. താങ്ക്സ് ടു ദ പിണറായി വിജയൻ ഗവൺമെന്റ് ഫോർ ഫെസിലിറ്റേറ്റിംഗ് ദിസ്. ആൻഡ് പിന്നെ എന്താ ഞാൻ പറയാ, കാരണം ഇത് ഇപ്പോ ഈ ഒരു ഇത് വളരെ നന്നായി ഇത് വന്നത്. ആക്ച്വലി എപ്പോഴോ വരേണ്ടതായിരുന്നു. ആൻഡ് ഇപ്പൊ ഈ കമ്മിറ്റി ഫൈൻഡിങ്സ് ഇപ്പൊ എല്ലാവരും ഒന്ന് ഭയപ്പെടുന്നുണ്ട്. എവറിബഡി ലോട്ട് ഓഫ് പീപ്പിൾ ഹാവ് അണ്ടർഗോൺ ട്രോമാസ് ആൻഡ് എവറിഥിങ്. അപ്പോ അതുകൊണ്ട് ഈ വന്നത് വളരെ നന്നായി എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോഴാണ് ധൈര്യപൂർവ്വം എല്ലാവർക്കും പറയാൻ പറ്റുന്നത്. ഇതിനു മുമ്പ് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിനു മുമ്പ് പറഞ്ഞാലും ആരും അത് അധികം ചെവി കൊള്ളില്ല. എല്ലാവരും ഒരു കാതിൽ കേട്ട് മറ്റേ കാതിലും അത് ഇതാവും. അങ്ങനെയായിരുന്നു. ഇപ്പോ ഈ ഒരു ഫ്രീഡം തന്നത് ഈ ഫൈൻഡിങ്സ് തന്നെയാണ്. ആ ഫ്രീഡം എന്നും ഉണ്ടാവണം. ഈ അട്രോസിറ്റീസ് ഒക്കെ നിൽക്കണം. അതാണ് ഞാൻ പറയുള്ളൂ. കാരണം സ്ത്രീകൾക്ക് വർക്ക് പ്ലേസിൽ വേണ്ടത് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റിയാണ്. അങ്ങനെ ഒരു നല്ലൊരു എൻവയോൺമെന്റ് ഇല്ലെങ്കിൽ എങ്ങനെയാണ് നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുക? നമുക്ക് ഒരു സമാധാനമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റണ്ടേ ഏത് വിധത്തിലും? അങ്ങനെ ഒരു കാരണം എല്ലാവരും ഭയന്ന് എല്ലാവർക്കും ഒരു ടെൻഷനാണ്. എന്തെങ്കിലും വിധത്തിലുള്ളൊരു ഇത് വരുമോ അങ്ങനെ ഞാൻ ജനറലൈസ് ചെയ്ത് പറയല്ല. ജനറലൈസ് ചെയ്യാൻ പാടില്ല. ഇറ്റ്സ് വെരി സബ്ജക്റ്റീവ്. അതുകൊണ്ട് എന്റെ കാര്യത്തിൽ ഞാൻ പറയാം, AMMA ഇത് വരുന്നതിന് മുമ്പ് തന്നെ ഐ ഹാവ് ഫേസ്. പക്ഷെ ഞാൻ അത് ശക്തമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട് ആ സമയത്ത്. ഷൈജു എന്നാണ് അയാളെ പേര്. അപ്പം വാട്സപ്പ് രാത്രി 10 മണിക്ക് ശേഷം വാട്സപ്പിൽ മെസ്സേജ് വന്നു. ഹലോ അമൃതയല്ലേ, എന്റെ പേര് ഷൈജു, ഞാൻ പ്രൊഡ്യൂസറാണെന്ന്. ഞാൻ ഓക്കെ സർ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. എടാ ഒരു റോളുണ്ട്, ഒരു വർക്ക് വന്നിട്ടുണ്ട്, എനിക്ക് അമൃതയോട് സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു സർ സംസാരിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു അപ്പൊ എടാ വിളിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു സർ വിളിക്കാൻ പറ്റത്തില്ല, കാരണം 10 മണിക്ക് ശേഷം കോൾ അലൗഡ് അല്ല, എന്റെ അമ്മ വഴക്ക് പറയും, കാരണം 10 മണിക്ക് ശേഷം സംസാരിക്കുന്നത് അമ്മയ്ക്കൊന്നും ഇഷ്ടമല്ലാത്തതാണ്, അതുകൊണ്ട് അത് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു എടാ വർക്കിന്റെ കാര്യമല്ലേ, സിനിമയുടെ കാര്യമല്ലേ, അതിനെന്താ കൂടെ, എന്ത് സിനിമയുടെ കാര്യമായാലും വർക്കിന്റെ കാര്യമായാലും എന്റെ വീട്ടിൽ അത് അലൗഡ് അല്ല, നിങ്ങൾ നാളെ രാവിലെ അങ്ങനെയാണ് നാളെ രാവിലെ സംസാരിക്കാം എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു എടാ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വർക്ക് ക്യാൻസൽ ചെയ്യാം, വർക്കില്ല, ഇനിയിപ്പം വേറൊരു വർക്ക് ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ എന്ന് പറഞ്ഞു. അയാൾ ക്ലോസ് ചെയ്തു, ഞാനും ക്ലോസ് ചെയ്തു. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അവർ വീണ്ടും വിളിച്ചു. പക്ഷെ പറഞ്ഞു എടാ ഞാൻ അന്ന് വിളിച്ച ആളാണ്, ഷൈജു ആണ്, ഒരു റോള് വന്നിട്ടുണ്ട്, നല്ല അത്യാവശ്യം നല്ല റോളാണ്, ക്യാരക്ടർ റോളാണ്, ഡയലോഗ് സീനും കാര്യങ്ങളൊക്കെ ഉണ്ട്, 8 ദിവസത്തെ വർക്കാണ് എന്ന് പറഞ്ഞു. ഡെയിലി ഒരു 30,000 രൂപ അമൃതയ്ക്ക് കിട്ടും. 2,40,000 രൂപയാണ് അമൃതയുടെ തുക. അപ്പം എഗ്രിമെന്റ് നിങ്ങൾക്ക് സൈൻ ചെയ്യുന്ന സമയത്ത് 50,000 രൂപ തരുമെന്ന് പറഞ്ഞു. ഓക്കെ സാർ എന്ന് പറഞ്ഞു. കാരണം നമുക്കൊക്കെ അത് എന്താ പറയുക, ഒരു ക്യാരക്ടർ റോൾ കിട്ടുക എന്ന് പറയുന്നത് ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു സമയത്ത് ആണ് അങ്ങനെ ഒരു ചാൻസ് കിട്ടുന്നത്. ഞാൻ ഓക്കെ ആണ് സാർ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ അമൃത എപ്പോഴാന്ന് വെച്ചാൽ അമൃത പറഞ്ഞോന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു സാർ അത് വേണ്ട, സാർ പറഞ്ഞോ, ഡേറ്റ് പറഞ്ഞോ, ഞാൻ എപ്പോഴാണെങ്കിലും ഞാൻ റെഡിയാണെന്ന്. അപ്പം പറഞ്ഞു എടാ ഒരു കാര്യം എന്താ വെച്ചാല് ഇത് ഫിലിം ഫീൽഡാണ്, അമൃതയ്ക്ക് അറിയാവുന്നതല്ലേ, എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റോ അങ്ങനെ എന്തെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ. ഞാൻ എന്ത് അഡ്ജസ്റ്റ്മെന്റാണ്? അപ്പം പറഞ്ഞു എടാ ഫിലിം ഫീൽഡ് അല്ലേടാ, അത് നിനക്ക് അറിയാവുന്നതല്ലേ. അപ്പം ഞാൻ ചോദിച്ചു ഫിലിം ഫീൽഡിൽ എന്താ വിഷയം, ഫിലിം ഫീൽഡിൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു എടാ അതല്ല, പിന്നെ ഡയറക്ടർ ഭാഗത്തു നിന്നോ അല്ലെ വേറെ ആരും ഭാഗത്തു നിന്നോ അങ്ങനെ എന്തെങ്കിലും ഫിസിക്കലി ആവശ്യപ്പെടുകയാണെങ്കിൽ കൂടെ കിടക്കാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കിടക്ക പങ്കിടാനോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അമൃത തയ്യാറാണോ? സാർ ഞാൻ അത് ഉദ്ദേശിച്ചിട്ടല്ല ഞാൻ വരുന്നത്, ദയവ് ചെയ്ത് സാർ അത് ചിന്തിക്കരുത്, എനിക്ക് അങ്ങനെ ഒരു ഉദ്ദേശത്തിലല്ല ഞാൻ മൂവിയിലേക്ക് വരുന്നത്, എനിക്ക് അഭിനയിക്കാൻ നല്ല താല്പര്യമുള്ള ഒരാളാണ്, പക്ഷെ ഇങ്ങനെ ഒരു കാര്യം ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു
അങ്ങനെയാണ് കുഴപ്പമില്ല അമൃത, അഡ്ജസ്റ്റ്മെന്റ് തയ്യാറായ ആൾക്കാരുണ്ട്, വേറെ പെൺപിള്ളേരുണ്ട്, പക്ഷെ അവർക്കൊന്നും അഭിനയിക്കാൻ അറിയില്ല. അമൃതയ്ക്കാണെങ്കിൽ ഈ ഒരു ക്യാരക്ടറിന് പറ്റിയൊരു ഫേസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, സാർ നിങ്ങൾ ഈ പെൺപിള്ളേരോട് മാത്രം ഇങ്ങനെ ഒരു അനീതിയായിട്ടുള്ള രീതിയിൽ എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ കാസ്റ്റിംഗ് ചെയ്യുന്നത്? ആൺപിള്ളേരോട് നിങ്ങൾ ചോദിക്കുന്നില്ല അഡ്ജസ്റ്റ്മെന്റ് നിങ്ങൾ തയ്യാറാവും, നിങ്ങൾ എന്തുകൊണ്ട് ചോദിക്കുന്നില്ല? ഈ പെൺപിള്ളേരോട് മാത്രം ഇങ്ങനെ ഒരു അനീതി കാണിക്കുന്ന നിങ്ങൾ തെറ്റല്ലേ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, എടാ അത് ഇത്രയും പൈസ തന്നിട്ട് നിങ്ങൾക്ക് ഇത്രയും തുക തന്നിട്ട് നിങ്ങൾ അഭിനയിപ്പിക്കുകയാണ്, നിങ്ങൾ ജൂനിയർ ആർട്ടിസ്റ്റ് അല്ലേ, അപ്പൊ നിങ്ങൾ ഫേമസ് ആക്കാനും നിങ്ങൾ പിന്നെ വേറെ മൂവിയിലേക്ക് നിങ്ങൾക്ക് ചാൻസ് കിട്ടുകയും ചെയ്യും. അപ്പൊ ഇത്രയൊക്കെ റിസ്ക് എടുത്ത് ഞങ്ങൾ ഇല്ല, ഞങ്ങൾക്ക് വലിയ ആവശ്യമൊന്നും ഇല്ലല്ലോ, അപ്പൊ നിങ്ങൾക്ക് ഇത്രയും തുക തന്നെ ഞങ്ങൾ അഭിനയിക്കും, അപ്പൊ നിങ്ങൾ എന്തായാലും അഡ്ജസ്റ്റ്മെന്റ് തയ്യാറാവേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവരെ വെച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളൂ, എനിക്ക് എന്തായാലും താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, എന്നാ അമൃത ആയിക്കോട്ടെ, ഞാൻ വേറെ വർക്ക് വരുന്നുണ്ട്, 2000-3000 പെർ ഡെയിലി വരുന്ന ഒരു വർക്കുണ്ട്, അത് ചെറിയ സീനുകളൊക്കെ ഉണ്ടാവും, ഡയലോഗ് സീനുകളൊക്കെ ഉണ്ടാവും, അപ്പൊ ചെറിയ ചെറിയ സീനേ ഉണ്ടാവുള്ളൂ, അപ്പൊ അതിൽ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അതിൽ വിളിക്കാമെന്ന്. ഞാൻ ആയിക്കോട്ടെ സാർ എന്ന് പറഞ്ഞു. ഹരികൃഷ്ണനിലേക്ക് പോവുകയാണ്. ഹരികൃഷ്ണൻ, പണ്ട് മുതലേ ഈ സിനിമാ മേഖലയിലെ ഗോസിപ്പുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അത് വെറും ഗോസിപ്പ് എന്ന രീതിയിൽ മാത്രമാണ് കാണാറുള്ളത്, കേൾക്കാറുള്ളത്. പല മുതിർന്ന താരങ്ങൾക്കെതിരെയും വനിതാ താരങ്ങൾക്കെതിരെയും ഇതുപോലുള്ള ലൈംഗിക ചൂഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതല്ലേ ഇപ്പോൾ പുറത്തു വരുന്ന കഥകൾ. പക്ഷെ പലരും സിനിമയിൽ അവസരം നിഷേധിക്കപ്പെടും, അതുകൊണ്ട് പുറത്തു പറയുന്നില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഹേമ കമ്മിറ്റിയോടും അവർ വിശദീകരിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ വളരെ യുവതാരങ്ങളാണ്, ജൂനിയർ ആർട്ടിസ്റ്റുകളാണ്, ഒരു ഭയവും കൂടാതെ മുന്നോട്ട് വന്ന് ഇക്കാര്യങ്ങൾ തുറന്നു പറയാൻ ഒരു സന്നദ്ധരായി രംഗത്ത് വരുന്നത്. ഇനി പല സൂപ്പർ താരങ്ങളുടെ പേരും പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കണോ? അങ്ങനെ വന്നാലും അത്ഭുതമൊന്നുമില്ല എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഇന്ന് മിനി മുനീർ നടത്തിയ ആ ഫേസ്ബുക്ക് കുറിപ്പിൽ തന്നെ വ്യക്തമാണ് എത്ര പേരുകൾ, ഇടവേള ബാബു, മുകേഷ്, മണിയമ്പിള്ള രാജു, ജയസൂര്യ, അങ്ങനെ തുടങ്ങിയ ഒരു മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇവർക്കൊക്കെ വേണ്ടി കൈയടിക്കുകയും ആർപ്പ് വിളിക്കുകയും ചെയ്ത മലയാളികൾക്ക് മുന്നിലേക്ക് ഈ പേരുകളൊക്കെ കൊണ്ടുവരികയാണ്. ഇവരുടെയൊക്കെ തനി സ്വഭാവം പുറത്ത് കാണിക്കുകയാണ്. ഇതിനൊക്കെ രീതിയിൽ ഇപ്പോൾ ബാബുരാജിനെതിരെ സംവിധായകൻ ശ്രീകുമാർ മേനോൻ, അങ്ങനെ തുടങ്ങി ഇന്നത്തെ ദിവസത്തിൽ തന്നെ വന്നിരിക്കുന്ന വെളിപ്പെടുത്തലുകൾ, പ്രത്യേകിച്ച് ഓരോരുത്തർ അവർ അനുഭവിച്ച പ്രശ്നങ്ങളൊക്കെ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുമ്പോഴേക്കും സാഹചര്യം മാറി എന്നുള്ളൊരു വലിയ വിശ്വാസത്തിന്റെ പുറത്താണ് അവർ ഓരോരുത്തരും വരുന്നത്. കാരണം പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ സംസാരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം സിദ്ദിഖിന്റെയും രഞ്ജിത്തിന്റെയും രാജിയും ഒക്കെ തന്നെ വഴിവെക്കുന്നതിന് ശേഷം കുറച്ചുകൂടി അവർ പുറത്തേക്ക് അവർ അനുഭവിച്ച കാര്യങ്ങളൊക്കെ തന്നെ പറയുന്ന സമയത്ത് അത് കേൾക്കാൻ ജനങ്ങളും മാധ്യമങ്ങളും ഉണ്ട് എന്നുള്ളൊരു പൂർണ്ണ ഉറപ്പും വിശ്വാസവും അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഓരോ ദിവസം കഴിയുന്തോറും പുതിയ വെളിപ്പെടുത്തലുകൾ വരുന്നത്. വരും ദിവസങ്ങളിലും പുതിയ ആളുകളിലേക്ക് തന്നെ അന്വേഷണം നീങ്ങിയാൽ പോലും, അല്ലെങ്കിൽ പരാതികൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ വന്നാൽ പോലും അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കഴിഞ്ഞ ദിവസവും ടെസ് ജോസഫ് മുകേഷിനെതിരെ നടത്തിയ ആരോപണം വന്നപ്പോൾ മുകേഷ് പറഞ്ഞിരുന്നത് ഇത് രാഷ്ട്രീയപരമായ ഒരു നീക്കമായിട്ടാണ് തോന്നുന്നതെന്നാണ്. അത് കേട്ടതിന് പിന്നാലെയാണ് മിനി മുനീർ പറയുന്നത്, അങ്ങനെ മുകേഷിനെ ഞാൻ വെറുതെ വിടുന്നില്ല, എനിക്ക് സമയമായി, ഞാൻ പ്രതികരിക്കാൻ സമയമായി എന്ന് മിനി മുനീർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നത്. അങ്ങനെ ഓരോരുത്തരിലേക്കും വിരലുകൾ ചൂണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. ഓരോരുത്തരും പ്രതികരിക്കുന്നുണ്ട്. അവർ വർഷങ്ങൾക്ക് മുന്നേ അനുഭവിച്ചതായിക്കോട്ടെ, അല്ലെങ്കിൽ അപ്പോൾ പ്രതികരിക്കാൻ പറ്റാതെ പോയതിൻ്റെ ആയിക്കോട്ടെ, എല്ലാം അവരുടെ ഉള്ളിലുണ്ടായിരുന്ന വേദന എല്ലാം തന്നെ അവർ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നുണ്ട്. അതും കൃത്യമായ അടിസ്ഥാനത്തിൽ അവർ എവിടെ വെച്ചാണ് എന്താണ് സംഭവിച്ചതെന്നൊക്കെയുള്ള കൃത്യമായ രീതിയിൽ അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറയുന്നുണ്ട്. നിയമപരമായി മുന്നോട്ട് പോകുമെന്ന് മിനി മുനീർ ഇന്ന് രാവിലെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ നിരവധി സംഭവങ്ങൾ, ഇപ്പോൾ ഗീതാ വിജയൻ സംവിധായകൻ തുളസിദാസിനെതിരെ പറഞ്ഞ ആരോപണം ഉൾപ്പെടെ, അല്ലെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റ് യുവതി നടൻ ബാബുരാജിനെതിരെ പറഞ്ഞൊരു കാര്യം ഉൾപ്പെടെ നമുക്ക് എടുത്തു സൂചിപ്പിക്കേണ്ടത്, നാളെ നടക്കാനിരുന്ന നേതൃയോഗം നടക്കാതിരിക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമായി മാറുന്നതും ഈ ബാബുരാജിനെതിരെ നടന്ന ഒരു ആരോപണമാണെന്ന് പറഞ്ഞാൽ പോലും അത് തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം ജനറൽ സെക്രട്ടറിയായ സിദ്ദിഖിന് രാജിവെച്ചതിന് പിന്നാലെ ബാബുരാജ് കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗ് കൂടിയിരുന്നു. അതുകൊണ്ട് തന്നെ ബാബുരാജും നാളത്തെ നേതൃയോഗത്തിൽ പങ്കെടുക്കാൻ ഏതായാലും ഇന്നത്തെ ആരോപണത്തിന് ശേഷം കഴിയില്ല. അതുകൊണ്ട് തന്നെ അതും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുന്നൊന്നുമില്ല. അങ്ങനെ ഓരോ ദിവസവും ഓരോ വ്യക്തികൾ അവരനുഭവിച്ചതിൻ്റെ പ്രശ്നങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഓരോ നമ്മൾ ഇവർക്കൊക്കെ വേണ്ടി കൈയടിച്ചിരുന്ന ആളുകൾക്ക് നേരെ വിരൽ ചൂണ്ടുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് നേരെ ആരോപണങ്ങൾ പറയുമ്പോൾ കേരള സമൂഹം ഞെട്ടലിലാണ്. ഇനി ആരുടെയൊക്കെ പേരുകളാണ് പുറത്തു വരാനുള്ളത് എന്നൊരു ഞെട്ടലിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇനിയും പേരുകൾ വന്നാൽ പോലും അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല എന്ന് ഇപ്പൊ തന്നെ പറയട്ടെ. കാരണം ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും ഓരോ ആളുകൾ അവർ അനുഭവിച്ച പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് സിനിമാ മേഖലകളിൽ നിന്ന്
മിനി മുനീറൊക്കെ പറഞ്ഞ കാര്യമെന്ന് പറഞ്ഞാൽ അമ്മ എന്ന AMMA എന്ന സംഘടനയിൽ ഒരു അംഗത്വം ലഭിക്കണമെങ്കിൽ പോലും അതിന് മുകേഷ് എതിരെ നിന്നു. ഞാൻ അറിയാതെ എങ്ങനെയാണ് ഒരു ഇല പോലും സിനിമ ഇൻഡസ്ട്രിയിൽ നടക്കില്ല, അംഗത്വം തരില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. കാരണം അവർ പറഞ്ഞിരുന്ന അവർ ലൈംഗികപരമായും വെർബലിയും ഒക്കെ തന്നെ പീഡനത്തിന് ഇരയാക്കാൻ ശ്രമിച്ചപ്പോൾ പോലും അതിനൊക്കെ എതിർത്ത് നിൽക്കുന്നു, അല്ലെങ്കിൽ അതിനൊക്കെ ശബ്ദമുയർത്തി എന്നതിൻ്റെ പേരിലാണ് ഇതിനൊക്കെ വിലങ്ങ് തടി നിൽക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഹേമ കമ്മിറ്റിയിൽ പവർ ഗ്രൂപ്പിൻ്റെ സംഭവം പറയുമ്പോൾ അത് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. ഇങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട്, അവർ തീരുമാനിക്കും എന്തൊക്കെ സംഭവിക്കും, ആർക്കൊക്കെ അവസരങ്ങൾ കൊടുക്കണം, ആർക്കൊക്കെ അവസരങ്ങൾ നിഷേധിക്കണം എന്നുള്ളതൊക്കെ തീരുമാനങ്ങൾ ഇതിന് പിന്നിലുണ്ട്. ഈ സൂചിപ്പിച്ച താരങ്ങൾ, മിനി മുനീർ സൂചിപ്പിച്ച താരങ്ങളായ ഇടവേള ബാബു ആവട്ടെ, സിദ്ദിഖ്, മുകേഷ്, മണിയമ്പിള്ള രാജു, ജയസൂര്യ തുടങ്ങിയ താരങ്ങളൊക്കെ തന്നെ ഇവരൊക്കെ തന്നെ ഓരോ രീതിയിലും AMMA എന്ന സംഘടനയിൽ പ്രധാനപ്പെട്ട പദവികൾ വഹിക്കുന്നവരാണ് എന്നതും കൂടി എടുത്ത് സൂചിപ്പിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരു വനിത തന്നെ വരണം, അല്ലെങ്കിൽ ജഗദീഷിലേക്ക് കാര്യങ്ങൾ മാറണം എന്ന് പറയുന്നത്. കാരണം ജഗദീഷിന്റെ നിലപാട് തന്നെയാണ് എടുത്തു പറയുന്നു, ജഗദീഷിന്റെ നിലപാട് തന്നെയാണ് അങ്ങനെ കൃത്യമായ ആ ഒരു വേളയിൽ, ആ ഒരു സന്ദർഭത്തിൽ കൃത്യമായി പറയുകയും അത് കയ്യടികൾ വാങ്ങുകയും ചെയ്ത ശേഷം ജഗദീഷിന്റെ മേലെ ഒരു വല്ലാത്ത ഒരു രീതിയിൽ ഒരു ട്രസ്റ്റ് ബാക്കിയുള്ള താരങ്ങളിലേക്ക് ഒരു അമ്മയില് മലയാള സിനിമാ മേഖലയിൽ ഒരു മാറ്റത്തിന് തുടക്കമാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഹരികൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ ജഗദീഷിനെ പോലെയുള്ളവർ, അതല്ലെങ്കിൽ സ്ത്രീകൾ പുരുഷ വിവേചനമുണ്ടാകാതെ ഒരു തുല്യരായി കാണുന്ന ഒരു സാഹചര്യം സിനിമാ മേഖലയിൽ ഉണ്ടാകണം. ടൊവിനോ തോമസ് ഇന്നലെ പറഞ്ഞതുപോലെ ഇത് സിനിമാ മേഖലയിൽ മാത്രമല്ല മറ്റെല്ലാ മേഖലകളിലും ഇതുപോലുള്ള പ്രശ്നങ്ങൾ സ്ത്രീകൾ നേരിടുന്നുണ്ട് എന്നത് ഒരു ന്യായീകരണത്തിന് വേണ്ടി പറഞ്ഞാകാം. പക്ഷേ ടൊവിനോയോട് പറയാനുള്ളത് ഒറ്റ കാര്യമാണ്, ഇതുപോലെ നിങ്ങളെ താരങ്ങളായി കാണുന്നവർ, നിങ്ങളെ ആരാധിക്കുന്ന വലിയൊരു സമൂഹം ഈ നാട്ടിലുണ്ട്. അവിടെ നിങ്ങൾ മാതൃകാപരമായി പെരുമാറുകയാണ് വേണ്ടത്. ഇത് സിനിമാ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ചൂഷണം നേരിടുന്നത് എന്നതിന്റെ പ്രധാനപ്പെട്ട തെളിവാണ് ഓരോ ദിവസവും പുറത്തു വരുന്ന കഥകൾ, ആരോപണങ്ങൾ. സ്ത്രീകൾ നേരിടുന്ന ഒരു ചൂഷണങ്ങൾ, തൊഴിലിടത്തെ വിവേചനം മാത്രമല്ല, ലൈംഗികമായി അഡ്ജസ്റ്റ് ചെയ്തില്ലെങ്കിൽ സിനിമാ മേഖലയിൽ തന്നെ പൂർണ്ണമായും ഇല്ലാതാകപ്പെടുന്ന ഒരു സാഹചര്യം സ്ത്രീകൾക്കുണ്ട്, വനിതകൾക്കുണ്ട് എന്നതിൻ്റെ തെളിവ് തന്നെയാണ് ഓരോ ദിവസവും പുറത്തു വരുന്ന പുതിയ കഥകൾ. സ്പോട്ട് ലൈവ്